അപ്പോൾ ഇന്ന് റൂം ക്ലീൻ ചെയ്യാൻ ഓർത്തുകൊണ്ടാട്ടോ ഇരിക്കുന്നത്. അപ്പോൾ റൂമിലെല്ലാം അലങ്കോലമായിട്ടൊക്കെ കിടക്കുമായിരുന്നു. കുഞ്ഞിൻ്റെ പാത്രവും അതുപോലെ തന്നെ കളിപ്പാട്ടവും എല്ലാം, അതുപോലെ ഫയലൊക്കെ അവിടെ കിടക്കുമായിരുന്നു. കുറച്ച് ദിവസം 2 ദിവസമൊക്കെ ആയിട്ട് എനിക്ക് വയ്യായിരുന്നു, ജലദോഷവും ഇതൊക്കെയായിരുന്നു. പിന്നെ കുഞ്ഞിന് വയ്യാത്തതുകൊണ്ട് ആശുപത്രിയിലൊക്കെ ആയതുകൊണ്ട് എനിക്ക് ക്ലീൻ ചെയ്യാനൊന്നും ഒതുക്കി പറക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ ആ മേശയൊക്കെ അങ്ങ് മാറ്റി. മേശയുടെ അടിയിലൊക്കെ ഭയങ്കര പൊടിയായിരുന്നേ. കുഞ്ഞിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കണം. അപ്പം നമ്മൾ അല്ലാതെ വലയും പൊടിയൊക്കെ പിടിക്കുമല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ആ ഇതായി. പിന്നെ കുഞ്ഞെല്ലായിടത്തും പോയി തൊടണമൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വേഗം ക്ലീൻ ചെയ്യാൻ നോക്കിയില്ലെങ്കിൽ അവൻ എല്ലായിടത്തോടും പോയി കൈയിട്ടൊക്കെ ഇട്ട് വായിലൊക്കെ വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം എല്ലായിടവും ഒന്നും സമയം കിട്ടിയ സമയം കൊണ്ട് വേഗം തൂത്തെല്ലാം റെഡിയാക്കി. എന്നിട്ട് പിന്നെ എല്ലാം വാരി എല്ലാം ഒതുക്കിയിട്ട് വേണം. വാരി അടിച്ചു വാരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ പയ്യെ അങ്ങ് ഒതുക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചു വാരി എല്ലാം മാറ്റിയിട്ട് കുഞ്ഞിൻ്റെ കളിപ്പാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം രാവിലെ നിരത്തിയിട്ടേക്കുവായിരുന്നു. ഞാൻ ഒരു പറക്കി ഒതുക്കി വെച്ചായിരുന്നു. അതേ രണ്ടാമത് ഞാൻ ഒന്നും കൂടെ പിന്നെ ഒതുക്കിയപ്പോൾ എല്ലാം കൂടെ അങ്ങെടുത്ത് ഒതുക്കി പറക്കിയോ കുറേ കട്ടിലേൽ നിരത്തിയിട്ട് നിലത്തും കട്ടിനടിയിലൊക്കെ പോട്ടെ. ഞാനതെല്ലാം പറക്കിയെല്ലാം ഒതുക്കി പറക്കിയെല്ലാം വെച്ചു. എന്നാലും അത് ഇപ്പോൾ എണീറ്റ് വരുവാണെങ്കിൽ ഇപ്പം തന്നെ അതെല്ലാം വലിച്ച് അടിച്ച് എല്ലാം ഞാൻ ഇപ്പോൾ വൃത്തിയാക്കിയാലും ഡബിൾ ഇരട്ടി കൊളാക്കിയിടും. ഞാനൊരു വിധത്തിലെല്ലാം ഒതുക്കി പറക്കി എല്ലാം വെച്ചു. പിന്നെ ആണെങ്കിൽ ഡ്രോയ്ക്കകത്തൊക്കെയാണ് നിറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം തൂത്ത് തുടച്ചിട്ടാട്ടോ അങ്ങോട്ട് സൈഡിലേക്ക് ഒതുക്കി വെച്ച്. പിന്നെ കട്ടിലേലാണ് കളിപ്പാട്ടമൊക്കെ ഇരുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി എല്ലാം വെച്ചു. അതൊക്കെ ഒതുക്കി പറക്കി എല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ ചെണ്ടയൊക്കെ ഉണ്ടായിരുന്നു. ചെണ്ടയും കാര്യങ്ങളും എല്ലാം സൈഡിലേക്ക് വെക്കണമായിരുന്നു. അതും എല്ലാം സൈഡിലേക്ക് ഒതുക്കി പറക്കി എല്ലാം വെച്ചു. കളിപ്പാട്ടം കാണാൻ മാത്രം വെച്ചില്ല, പിന്നെ എല്ലായിടവും ഇടയിൽ കൂടെ കയറി എടുക്കലും കട്ടിൻ്റെ അടിയിലൊക്കെ കയറി എടുക്കും. അപ്പോൾ പിന്നെ പേഴ്സും കാര്യങ്ങളൊക്കെ കട്ടിലേക്ക് കൊണ്ട് ഇടണം അവന് കേട്ടോ. അപ്പോൾ അതും എല്ലാം എടുത്ത് പിന്നെ ഫയലൊക്കെ ആണെങ്കിൽ മേശയുടെ മുകളിൽ കയറ്റി വെക്കണമായിരുന്നു. അപ്പോൾ അലമാരയുടെ മുകളിലേക്ക് അങ്ങ് കയറ്റി ഫയലും കാര്യങ്ങളും എല്ലാം വെച്ച് അങ്ങ് ഒതുക്കി വെച്ചു. പിന്നെ ആ മേശയുടെ മുകളിലാണ് കുറച്ച് പൊടി, അതെല്ലാം തൊട്ട് തുടച്ച്. പിന്നെ എൻ്റെ കുറച്ച് പേപ്പറൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അതൊക്കെ ഡ്രോയ്ക്കകത്തും എല്ലാം കയറ്റി വെച്ചു. പിന്നെ തുണിയൊക്കെ എടുത്ത് അലമാരി വെക്കാനുണ്ട്. അപ്പോൾ അതും എല്ലാം ഞാനാണെങ്കിൽ അലമാരി തുറന്നിട്ട് അലമാരിയിലേക്ക് തുണിയൊക്കെ എടുത്ത് വെക്കണമായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടെ ഞാൻ അലമാരിക്കകത്ത് കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് അലമാരിയും തുറന്ന് അലമാരിയിലേക്ക് എല്ലാം എടുത്തൊക്കെ വെച്ചു കേട്ടോ. തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ തുണി പിന്നെ അങ്ങനെ വെക്കാറുണ്ട്, നല്ലത് മാത്രം അലമാരി വെക്കാറുള്ളൂ എടുക്കാൻ വേണ്ടിയിട്ട്. അലമാരിലേക്ക് കയറ്റി വെച്ച് എല്ലാം അടച്ചും പറക്കിയെല്ലാം വെച്ചു. പിന്നെ വിളക്കൊക്കെ എടുത്ത് വെക്കണമായിരുന്നു, അതും എല്ലാം ഒതുക്കി താഴത്തേക്ക് വെച്ചു. അപ്പം കാണാത്തോടത്ത് വെക്കണം, ഇല്ലെങ്കിൽ പുള്ളി അതെല്ലാം എടുത്ത് മറച്ചിടും. അതുകൊണ്ട് ഞാൻ അതും എല്ലാം ഒതുക്കി പറക്കി എല്ലാം വെച്ച് ഒരുവിധം ഒതുക്കലും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് റൂമിൽ കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിരുന്നു, അതെല്ലാം കുഞ്ഞ് നിരത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷീറ്റും ഒന്ന് തൂത്ത് കുടഞ്ഞിട്ട് എല്ലാം കൂടെ ഒതുക്കി വെക്കാമെന്ന് ഓർത്തുണ്ട്. അപ്പോൾ പിന്നെ തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതും എല്ലാം മടക്കിയൊക്കെ വെച്ചു. ഷീറ്റും എല്ലാം മടക്കി വെച്ചില്ലെങ്കിൽ ഇപ്പോൾ മഴക്കാലമല്ല, അപ്പോൾ ചുരുട്ട് കൂട്ടി കഴിയുമ്പോൾ പെട്ടെന്ന് മണമൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ഷീറ്റിൽ നല്ലപോലെ വൃത്തിയാക്കി വിരിച്ചിട്ട് തലവണ എല്ലാം സൈഡിൽ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ കട്ടിലേ വന്ന് ഒറ്റ മറച്ചില്ല. അപ്പോൾ തല ഒന്ന് ഇടിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ തലവണ എല്ലാം സേഫായിട്ട് സൈഡിൽ കൂടെയൊക്കെ വെക്കും കേട്ടോ. അതാകുമ്പോൾ പേടിക്കണ്ട, അതിൽ വീണാലും അങ്ങനെ തല മുട്ടത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുറ്റിനും തലവണയെല്ലാം വെക്കും. എന്നിട്ട് പിന്നെ കമ്പിളിയെല്ലാം മടക്കി എല്ലാ സൈഡിലേക്കൊക്കെ വെച്ചു. അവിടെയെല്ലാം ഒതുക്കി പറക്കി എല്ലാം വെച്ചു. അപ്പോഴത്തേക്ക് ഏകദേശം ഒരുവിധം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ റൂം മാത്രമേ ക്ലീൻ ചെയ്യാൻ സമയം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അടിച്ചു വരപ്പോൾ എല്ലായിടവും അങ്ങ് അടിച്ചു വാരി അങ്ങ് പോയി കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം റൂമിൽ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ ഞാനാണെങ്കിൽ എല്ലാം ഒതുക്കി പറക്കിയപ്പോഴത്തെ അത്യാവശ്യം നല്ല നീറ്റായിട്ടൊക്കെ ആയി കേട്ടോ. ഇങ്ങനെ നീറ്റാക്കി ഇട്ടാലും ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്ക് ആളെല്ലാം നിരത്തും കേട്ടോ. കുഞ്ഞാണെങ്കിൽ എന്തെങ്കിലും നമ്മൾ തുണി മടക്കി വെച്ചാൽ പോലും അത് താഴത്തേക്ക് എടുത്തിടും. പിന്നെ അവൻ കാണാത്തോടത്താണ് എല്ലാം ഒതുക്കി പറക്കിയൊക്കെ വെക്കുന്നത് കേട്ടോ. അവൻ്റെ കളിപ്പാട്ടവും എല്ലാം അവൻ എടുക്കാൻ പാകത്തിന് കുറച്ച് താഴെ വെച്ചിട്ടുണ്ട്, ആവശ്യമില്ലാത്തൊക്കെ മുകളിലും കയറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അടിച്ചു വാരി അപ്പുറത്തെ മുറിയൊക്കെ അടിച്ചപ്പോൾ എല്ലായിടവും കൂടെ അങ്ങ് അടിച്ചു വാരി അങ്ങ് പോയി കേട്ടോ. കട്ടിൻ്റെ ഇടയിലേക്കാണെങ്കിൽ അച്ഛൻ്റെ കഷായ കുപ്പിയും കുഴമ്പും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ആൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എടുത്ത് കട്ടിൻ്റെ അടിയിലേക്ക് വിട്ടു. പിന്നെ ഞാൻ അവിടുന്ന് കട്ടിൻ്റെ അടിയിൽ നിന്ന് അടിച്ചു വാരി എല്ലാം എടുത്ത് മുകളിൽ കയറ്റിയിട്ട് പിന്നെ ഒതുക്കി പറക്കിയ സൈഡിലേക്ക് വെക്കാമെന്ന് ഓർത്ത് എല്ലാം സൈഡിലേക്ക് ഒതുക്കി പറക്കി എല്ലാം വെച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ അടിച്ചു വാരി ഹാളും അതുപോലെ തന്നെ തിണ്ണയെല്ലാം അടിച്ചു വാരിയപ്പോൾ എല്ലായിടവും ഒന്ന് അടിച്ചു വാരി ഒതുക്കി പറക്കിയും പോയി. പിന്നെ ഞാൻ പോയി കുളിച്ച് കേട്ടോ. കുളിയെ കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ എടുത്ത് പിന്നെ കട്ടിലയിൽ കുറച്ച് നേരം ഇരുത്തി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.